ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ റോക്ക് ടു ഫോലോക്ക് എന്ന ബംഗാളി സിനിമയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ബുദ്ധക്ഷേത്രമാണ് കാണിക്കുന്നത്. അവിടെ ഇരുന്ന് ഒരു സന്യാസി ഭയങ്കരമായ പൂജകളൊക്കെ ചെയ്യുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ അവിടേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് പറയുന്നത്. ഗുരു, നമ്മുടെ അടുത്തുള്ള ഗ്രാമമല്ലേ, അവിടെ തുടർച്ചയായി ചേച്ചി അനിയത്തിമാരെ കാണാതാവുന്നുണ്ട്. അങ്ങനെ കാണാതാവുന്നവർ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴാണ് അവിടെ ഒരു രാക്ഷസനുണ്ടെന്ന് മനസ്സിലായത്. ആ രാക്ഷസനാണ് നാട്ടിലെ ചേച്ചി അനിയത്തിമാരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അവൻ അവരെയൊക്കെ കാളിയുടെ മുന്നിൽ വെച്ച് പൂജ ചെയ്യുകയാണെന്നും മനസ്സിലായി. നിങ്ങളാണ് ആ ചേച്ചി അനിയത്തിമാരെ ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടത് എന്ന് പറയുന്നു. ഉടനെ ആ സന്യാസി തന്റെ ശിഷ്യനെയും കൂട്ടി ആ രാക്ഷസനെ കാണാനായി വരുന്നു. അവിടെ നോക്കുമ്പോൾ ആ രാക്ഷസൻ കാളിയുടെ മുന്നിലിരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ, നാട്ടിലെ ചേച്ചി അനിയത്തിമാരെയൊക്കെ നീ എന്തിനാണ് തട്ടിക്കൊണ്ടുപോകുന്നത്? ഇപ്പൊ അവരെവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ കാളി പ്രതിമയെ നോക്കി ചിരിക്കുന്നു. നോക്കുമ്പോൾ കാളി പ്രതിമയ്ക്ക് താഴെ ആ 3 ചേച്ചി അനിയത്തിമാരുടെയും തലകൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് സന്യാസി ആകെ ഞെട്ടിപ്പോവാണ്. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ ജീവൻ നിനക്കത്ര നിസ്സാരമായി പോയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കല്ല് കാണിക്കുന്നുണ്ട്. ആ കല്ലിൽ എന്തോ തീ പിടിച്ച് കത്തുന്നതായും കാണാം. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കരമായ എന്തോ പവർ നേടിയെടുക്കാൻ വേണ്ടി ഇതുപോലെ 3 ചേച്ചി അനിയത്തിമാരുണ്ടെങ്കിൽ അവരെ കൊന്നിട്ട് ഇവൻ ഇത്തരത്തിലുള്ള പൂജകളൊക്കെ ചെയ്യുന്നവനാണെന്ന്. ഇപ്പോൾ കട്ട് ചെയ്താൽ ഇതേ കഥ പ്രസന്റിലേക്ക് കാണിക്കുന്നു. അവിടെ ഇളങ്കോ എന്ന പേരുള്ള അങ്കിളിനെ കാണിക്കുന്നു. അദ്ദേഹം ഒരു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹം വിൽപ്പനയ്ക്കുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാനായി ഓരോ നാട്ടിലും പോയി നോക്കും. ഇപ്പോഴും ആ ഓട്ടോക്കാരനോട് പറഞ്ഞിട്ട് ഓട്ടോക്കാരനും നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ ഇളങ്കോയുടെ വീടാണ് കാണിക്കുന്നത്. ഇളങ്കോയുടെ വീടിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ രാജയുമാണ് അവിടെ താമസിക്കുന്നത്. ഇളങ്കോയ്ക്ക് ഒരു ഭാര്യ, രാജയ്ക്ക് ഒരു ഭാര്യ. ഇവർക്ക് രണ്ടുപേർക്കുമായി 3 പെൺമക്കളും ഉണ്ട്. അങ്ങനെ ചേച്ചിയും അനിയത്തിമാരായ ആ 3 പെൺകുട്ടികളും ഒരേ വീട്ടിൽ ഒരേ റൂമിലാണ് താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ ഒരു വേലക്കാരിയുണ്ട്. ഒരു ദിവസം ആ വേലക്കാരി വീടിന് ചുറ്റും അടിച്ചുവാരി വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അവിടെ മരത്തിന്റെ അടുത്തായി ഒരു കല്ല് കാണുന്നു. എന്താ ഇത് കാണാൻ കാളിദേവിയുടെ വിഗ്രഹം പോലെ ഉണ്ടല്ലോ എന്ന് കരുതി ആ കല്ലെടുത്ത് വീടിനുള്ളിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇത് ഏത് കല്ലാണെന്ന് ഓർമ്മയുണ്ടോ? ഓപ്പണിംഗ് സീനിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ രാക്ഷസൻ പൂജ ചെയ്തുകൊണ്ടിരുന്ന അതേ കല്ലാണിത്. അങ്ങനെ ആ കല്ല് പൂജാമുറിയിൽ വെച്ചതും അതിന്റെ നിറം മാറുന്നതായി കാണിക്കുന്നു. കട്ട് ചെയ്താൽ മറുഭാഗത്ത് സ്ഥലം കാണാൻ വന്നിരിക്കുന്ന ഇളങ്കോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വണ്ടി അവിടെ വെച്ച് പഞ്ചറാവുന്നതായി കാണിക്കുന്നു. അപ്പോൾ വണ്ടി ഓടിച്ചു വന്നയാൾ പറയുന്നുണ്ട്, ആ കാണുന്ന കാടിനടുത്താണ് ഞാൻ പറഞ്ഞ സ്ഥലമുള്ളത്, അവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞ ഇളങ്കോയെ അങ്ങോട്ടേക്ക് വിടുന്നു. അയ്യോ, സമയമാവുന്നുണ്ടല്ലോ, എന്നാലും പോയി നോക്കിയിട്ട് വരാം എന്ന് കരുതി ഇളങ്കോ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവിടെ ഇരുട്ടാവുന്നു. എന്തായത്, ഇരുട്ടത്ത് വന്ന് കാടിനുള്ളിൽ പെട്ടുപോയല്ലോ എന്ന് കരുതി അങ്ങനെ ഫ്ലാഷ് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. ഇവിടെ നിന്ന് പോ എന്ന് ഏതോ ഒരു പെൺകുട്ടി പറയുന്നത് പോലെ ഇളങ്കോ കേൾക്കുന്നു. ഇളങ്കോയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. ശരി, മിണ്ടാതെ ഇവിടെ നിന്ന് പോയേക്കാം എന്ന് കരുതി അവിടെ നിന്നും നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മണ്ണിനടിയിൽ നിന്ന് ഒരു കൈ വന്ന് ഇളങ്കോയുടെ കാലിൽ പിടിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനും അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറച്ചു കഴിയുമ്പോഴേക്കും അവിടെ ഒരു സന്യാസി വരുന്നു. ഇദ്ദേഹമാണ് നമ്മുടെ സിനിമയിലെ ഹീറോ. അങ്ങനെ ആ സന്യാസി വന്ന ഇളങ്കോയെ രക്ഷിക്കുന്നു. എന്തോ ഒരു മന്ത്രം ജപിച്ചതും ആ കൈ ഭൂമിയിനടിയിലേക്ക് തന്നെ പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോലീസുകാർ വരുന്നു. ആ കൈ വന്ന് പിടിച്ചത് കാരണം ഇളങ്കോയുടെ കാലിലെ എല്ലുകൾ ഒടിഞ്ഞു പോയിരുന്നു. അപ്പോൾ പോലീസിനോട് ആ സന്യാസി പറയുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. അവളുടെ ശവമാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. അവളാണ് ഇപ്പോൾ ആത്മാവായി വന്ന് ഈ വ്യക്തിയെ ശല്യം ചെയ്തത്. ഈ നാട്ടിൽ ഒരുപാട് ദുരാത്മാക്കളുണ്ട്, അവരിൽ നിന്ന് നമ്മൾ തന്നെയാണ് ജാഗ്രത പാലിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പോലീസ് അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ഇളങ്കോ മാത്രം ഈ സന്യാസിയെ വിശ്വസിക്കുന്നു. ഭാവിയിൽ നിനക്ക് എന്തെങ്കിലും അപകടം വന്നാൽ എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ സന്യാസി സ്വന്തം നമ്പറും കൊടുത്തിട്ട് പോകുന്നു. ഇളങ്കോ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. ഇപ്പോൾ ആ സന്യാസി തന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഒരു കാളി വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് അദ്ദേഹം പൂജ ചെയ്യുന്നതായും അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ചില അമാനുഷിക കാര്യങ്ങൾ തെളിയുന്നതായും കാണിക്കുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ ഇളങ്കോയുടെ വീട് വീണ്ടും കാണിക്കുകയാണ്. അവിടെ ഇളങ്കോയുടെ ജ്യേഷ്ഠൻ രാജയെ കാണിക്കുന്നു. രാജയുടെ ഭാര്യയ്ക്ക് ശരിക്കും നടക്കാൻ കഴിയില്ല. അവരും അവിടേക്ക് വന്ന് അവരുടെ പെൺകുട്ടികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്താൽ ഇപ്പോൾ ആ 3 പെൺകുട്ടികളെ കാണിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വീട്ടിൽ 3 പെൺകുട്ടികളുണ്ടെന്ന്. അതിൽ മൂത്ത കുട്ടിയായ ശ്വേത എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. ഈ ശ്വേത വളരെ കാലമായി സ്വാമി എന്ന പേരിലൊരു പയ്യനുമായി പ്രണയത്തിലാണ്. ആ പയ്യനാകട്ടെ എപ്പോഴും നിന്റെ ഫോട്ടോ അയക്കേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ പയ്യന് തന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ശ്വേത നാണത്തോടെ ബെഡിൽ കിടന്ന് ഉരുളുകയാണ്. മറുഭാഗത്ത് ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസിയുടെ കണ്ണിൽ പെട്ടെന്നൊരു വീട് തെളിയുന്നു. അത് വേറെ ആരുടെയും വീടല്ല, ഈ ഇളങ്കോയുടെ വീട് തന്നെയാണ്. ആ വീട്ടിലെ എല്ലാവരും പെട്ടെന്ന് മരിച്ചു കിടക്കുന്നതായി അദ്ദേഹം സ്വപ്നം കാണുന്നു. അതിൽ ഇളങ്കോ, ചേട്ടൻ, അവിടെയുള്ള ഭാര്യ, മുഖ്യമായും ആ 3 പെൺകുട്ടികൾ തുടങ്ങി എല്ലാവരും ശവമായി കിടക്കുന്നു. അത് കാണുന്ന സന്യാസിക്കും വല്ലാത്തൊരവസ്ഥയാവുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ മറ്റൊരു സന്യാസി ആ ഹീറോ സന്യാസിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു.
ഈ സന്യാസി ആരാണെന്ന് വെച്ചാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിലെ പെൺകുട്ടികളെ എല്ലാം രക്ഷിക്കാൻ ശ്രമിച്ച ആളില്ലേ, അതേ സന്യാസി തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നിന്റെ കണ്ണിൽ കണ്ടതെല്ലാം സത്യമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ് നീ ഇപ്പോൾ കണ്ടത്. ഉടനെ തന്നെ ആ വീട്ടിലേക്ക് പോ. ആ വീട്ടിലുള്ള കുടുംബത്തെ നീയാണ് രക്ഷിക്കേണ്ടത് എന്ന് ആ സന്യാസിയോട് പറയുന്നു. അങ്ങനെ ആ സന്യാസിയും അവരെ രക്ഷിക്കാനായി അവിടെ നിന്നും പുറപ്പെടുന്നു. ഇളങ്കോ ഉണ്ടല്ലോ, ഇപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അദ്ദേഹം മുടന്തി വരുന്നത് ഇളങ്കോയുടെ ജ്യേഷ്ഠന്റെ ഭാര്യ കാണുന്നു. എന്താണ് ഇങ്ങനെ മുടന്തി വരുന്നത്? ശരി, നിന്റെ ഭാര്യ എവിടെ എന്ന് ഇളങ്കോയോട് ചോദിക്കുമ്പോൾ, വീട്ടിലായിരുന്നല്ലോ. അതെ, പച്ചക്കറി വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയതാ, ഇതുവരെ വന്നില്ല. ഫോൺ വിളിച്ചു നോക്ക് എന്നവർ പറയുന്നു. ഉടനെ ഇളങ്കോ തന്റെ ഭാര്യയെ വിളിക്കുന്നു. അതെ, ഞാൻ കടയിൽ പോയതാ, വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അവരൊരു ഇരുണ്ട വഴിയിലൂടെ വേഗത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ പിന്നിലൂടെ ആരോ ക്രോസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നതായി ഇളങ്കോയുടെ ഭാര്യ കാണുന്നു. ഇപ്പോൾ ഇളങ്കോയുടെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. ആരാണെന്ന് തുറന്നു നോക്കുമ്പോൾ അതാ സന്യാസിയാണ്. ഗുരു, എന്നെ രക്ഷിച്ച നിങ്ങളെന്താ വീണ്ടും എന്നെ തേടി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ വലിയൊരു അപകടത്തിലാണ്, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സന്യാസി വീടിനുള്ളിലേക്ക് കയറുന്നു. ഇപ്പോൾ കഥ ഒരു 30 വർഷം പുറകിലേക്ക് പോകുന്നു. അതായത് ശ്വേത എന്ന പെൺകുട്ടി പ്രണയിക്കുന്ന സ്വാമി എന്ന പേരുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്വാമി ഒരു യുവാവായിരിക്കുമ്പോൾ എന്താണ് ചെയ്തിരുന്നതെന്ന് കാണിക്കുന്നു. അവന് ഒരമ്മയുണ്ട്. വീട്ടിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു പയ്യനാണ് സ്വാമി. ചെറുപ്പത്തിൽ തന്നെ പലരെയും പറ്റിക്കുക, മോഷ്ടിക്കുക, വീട്ടുകാർ പറയുന്ന ഒന്നും കേൾക്കാതിരിക്കുക എന്നിവയൊക്കെ അവൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാമിയെ അവന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സന്യാസി വീടിനുള്ളിൽ കയറിയതും ഇളങ്കോ തന്റെ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠന്റെ ഭാര്യയോടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹമാണ് ആ സന്യാസി, ഇദ്ദേഹമാണ് എന്റെ ജീവൻ തന്നെ രക്ഷിച്ചത്. നമ്മുടെ ഇളങ്കോയുടെ ജ്യേഷ്ഠൻ രാജയ്ക്ക് ഇതുപോലെ ദൈവം, സന്യാസി എന്നതിലൊന്നും വലിയ വിശ്വാസമില്ല. അതുപോലെ തന്നെ പ്രേതങ്ങളിലും വലിയ വിശ്വാസമില്ല. കുറച്ചു നേരത്തിനുള്ളിൽ അവിടേക്ക് ശ്വേത വരുന്നു. ശ്വേതയെ ആ സന്യാസി കാണുമ്പോൾ ഈ ശ്വേത കാരണമാണ് ഈ വീടിന് വലിയൊരു അപകടം വരാൻ പോകുന്നതെന്ന് സന്യാസി മനസ്സിലാക്കുന്നു. മറുഭാഗത്ത് ഇളങ്കോയുടെ ഭാര്യ റോഡിൽ വെച്ച് ഒരു പ്രേതത്തെ കണ്ടില്ലേ, അവരും ആ പ്രേതത്തെ കണ്ട് ഭയന്ന് വരച്ച് അവിടെ നിന്ന് ഓടി വരികയാണ്. അങ്ങനെ ഓടി വരുന്ന വഴിയിൽ അവരെ ഇളങ്കോയും സന്യാസിയും ചേർന്ന് രക്ഷിക്കുന്നു. അവരും, ഗുരു, ഞാനിവിടെ ഒരു രൂപത്തെ കണ്ടു എന്ന് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറയാണ്. എന്താണിത്? എന്നെ എന്തോ ചെയ്യാമെന്ന ആ രൂപം ഇപ്പോൾ എന്റെ ഭാര്യ എന്തോ ചെയ്യാൻ വന്നതുപോലെയാണല്ലോ എന്ന് കരുതി ഇളങ്കോ ഭയപ്പെടുന്നു. ഇപ്പോൾ സന്യാസിയും പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞ് അവിടെ എന്തോ മന്ത്രം ജപിച്ചിട്ട് ഇവർ രണ്ടുപേരെയും സേഫായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ കൽക്കത്തയിലുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ സ്വാമി എന്നു പേരുള്ള ആ പയ്യൻ വലിയ പത്രാസിലൊക്കെ ഡ്രസ്സ് ചെയ്ത് ഒരു വലിയ കാറിൽ വരികയാണ്. അവിടെ ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിച്ച് കാത്തു നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് സ്വാമി ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ആ പെൺകുട്ടിയോട് വളരെ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ചിട്ടാണ് സ്വാമി വരുന്നത്. താനൊരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് ആ പെൺകുട്ടി പറയുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹോസ്റ്റൽ വഴി വേറൊരു സ്ഥലത്തേക്കാണ് അവൻ ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. ഇവിടെ മറുഭാഗത്ത് ഇളങ്കോ തന്റെ ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വരുമ്പോൾ തന്നെ ഇളങ്കോയുടെ ഭാര്യ പ്രേതത്തെ കണ്ട പേടിയിൽ മയങ്ങിപ്പോയിരുന്നു. എന്നാൽ വീട്ടിൽ ഇളങ്കോ ആ സത്യം മറച്ചു വെക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾ ശ്വേത, പിന്നെ വീട്ടിൽ 2 പെൺകുട്ടികൾ കൂടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരോട് എല്ലാവരോടും അമ്മയ്ക്ക് ലോ ഷുഗറായി, അതുകൊണ്ടാണ് ബോധം കെട്ട് വീണത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരുടെ റൂമിലേക്ക് ഉറങ്ങാനായി പറഞ്ഞുവിടുന്നു. തന്റെ ജ്യേഷ്ഠനായ രാജയോട് മാത്രം പറയുന്നുണ്ട്, എന്റെ ഭാര്യ റോഡിൽ വെച്ചൊരു പ്രേതത്തെ കണ്ടിട്ടുണ്ട്, അത് കണ്ട് പേടിച്ചിട്ടാണ് അവൾ മയങ്ങി വീണത്. അവൾ കണ്ട അതേ പ്രേതത്തെ കുറച്ചുനാൾ മുമ്പ് ഞാനും കണ്ടതാണ്. ഈ സന്യാസി വന്നുകൊണ്ടാണ് ഞങ്ങളെ രക്ഷിച്ചത്. എന്നാൽ അതൊന്നും ഇളങ്കോയുടെ ചേട്ടൻ രാജ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് നീ എന്തൊക്കെയോ പ്രേതകഥകൾ പറയാണോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യം നീ സന്യാസിയെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിട്. ഈ ഡിജിറ്റൽ കാലത്തും ഇതുപോലത്തെ പ്രേതമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. ഇളങ്കോ സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട്, എന്റെ ചേട്ടൻ നിങ്ങളെ മനസ്സൊന്നും തെറ്റായി വിചാരിക്കരുത് എന്ന് ക്ഷമ ചോദിക്കുമ്പോൾ, ഞാനൊന്നും വിചാരിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്നാൽ എന്നെ ഉടനെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് സ്വന്തം നമ്പറും കൊടുത്തിട്ട് സന്യാസി അവിടെ നിന്നും മടങ്ങുന്നു. ഇവിടെ ശ്വേതയാണെങ്കിൽ അവളുടെ റൂമിലിരുന്ന് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അനിയത്തിമാർ 2 പേരും ശ്വേതയെ നോക്കുന്നു. എന്താ ചേച്ചി, ഇപ്പൊ എപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ, എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോഴാണ് ശ്വേത നാണിച്ചുകൊണ്ട് താൻ ഒരു പയ്യനുമായി പ്രണയത്തിലാണെന്നും അവന്റെ പേര് സ്വാമി എന്നാണെന്നും പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടാണ് പ്രണയത്തിലായതെന്നും അവൻ കൽക്കത്തയിൽ ഒരു ബിസിനസ്സുകാരനാണെന്നും അവരോട് പറയുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ കൽക്കത്ത കാണിക്കുന്നു. മുൻപ് സ്വാമി ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്ത് കാറിൽ കൊണ്ടുപോയില്ലായിരുന്നോ? അങ്ങനെ ആ പെൺകുട്ടിയുടെ ഹോസ്റ്റൽ കഴിഞ്ഞും കാറ് മുന്നോട്ടേക്ക് പോകുന്നത് അവൾ കാണുന്നു. എന്റെ ഹോസ്റ്റൽ അവിടെയാണല്ലോ, നിങ്ങൾ എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? വണ്ടി നിർത്ത് എന്ന് അവൾ അലറുന്നു. എന്നാൽ ആ സ്വാമി അവളെ കാറിനുള്ളിലിട്ട് ആക്രമിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി സ്വന്തം താവളത്തിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ സ്വാമി ഒരു സാധാരണക്കാരനല്ല എന്ന്. ഇതുപോലെ സുന്ദരികളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ എല്ലാം വിദേശത്തേക്ക് വിൽക്കുന്ന ആളാണവൻ. വെളുത്ത നിറമുള്ള പെൺകുട്ടികളെയാണ് അവൻ കൂടുതലായും തട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്വാമിയാണ് നമ്മുടെ ശ്വേത ഇവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേ രാത്രിയിൽ ശ്വേതയുടെ അനിയത്തി ബാത്റൂമിൽ പോകാനായി വരുന്നു. ബാത്റൂമിൽ പോയിട്ട് പൈപ്പിൽ കൈ കഴുകി അത് അടച്ചു തിരിയുമ്പോൾ ആ പൈപ്പ് വീണ്ടും തനിയെ തുറക്കുന്നു. അപ്പോൾ ആ ബാത്റൂമിൽ എന്തോ ഒരു ദുരൂഹത കണ്ട് ആ അനിയത്തി വല്ലാതെ പേടിക്കുന്നു. ഉടനെ പുറത്തേക്ക് ഓടി വന്ന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് അലറുന്നു.
ഉടനെ ചേച്ചിയായ ശ്വേത വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാത്റൂമിൽ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ ഒരു രഹസ്യം അവളോട് പറയുന്നു. ഇപ്പോൾ ആ സന്യാസി ഉണ്ടല്ലോ, അദ്ദേഹം വീണ്ടും തന്റെ സ്ഥലത്തേക്ക് വന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ മറ്റൊരു കാര്യം കൂടി വരുന്നു. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ കുറച്ച് ചേച്ചി അനിയത്തിമാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ചേച്ചി അനിയത്തിമാരെ പെട്ടെന്ന് വന്ന് ഇപ്പോൾ ഉള്ള സ്വാമിയെ പോലുള്ള ഒരാൾ, അവന്റെ അതേ രൂപത്തിലുള്ള ഒരാൾ, ഓപ്പണിംഗ് സീനിൽ ഒരു രാക്ഷസനെ കാണിച്ചിരുന്നില്ലേ, അവനായിരിക്കാം സ്വാമിയുടെ മുൻജന്മം. അങ്ങനെ അവൻ വന്ന് ആ 3 ചേച്ചി അനിയത്തിമാരെയും തട്ടിക്കൊണ്ടുപോയി അവന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായി ഈ സ്വാമി സ്വപ്നം കാണുന്നു. ഇവിടെ പ്രസന്റിൽ ഈ സ്വാമി നമ്മുടെ നായിക ശ്വേതയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വേതയോട് പറയുന്നുണ്ട്, ഇപ്പോഴൊന്നും നീ എനിക്ക് ഫോട്ടോസ് അയക്കാറില്ലല്ലോ, ഞാൻ ചോദിക്കുന്ന പോലെ ആ ഫോട്ടോ അയച്ചു തരുമോ, നീ നിന്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു ഫോട്ടോ അയക്കണം എന്ന് ചോദിക്കുമ്പോൾ ശ്വേത അവിടെ ആലോചിച്ച് നിൽക്കുകയാണ്. അതൊന്നും പറ്റില്ല, നീ വളരെ നോട്ടി ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ശ്വേതയുടെ അമ്മ കേൾക്കുന്നുണ്ട്. നീ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് അവരും ആ ഫോൺ പിടിച്ചു വാങ്ങുന്നു. ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും സംസാരിക്കും, നിങ്ങൾക്ക് എന്താ, ഞാനൊരു മേജറായ കുട്ടിയാണ്, അത് ഓർമ്മ വേണം എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞതും നമ്മുടെ ശ്വേത കരഞ്ഞുകൊണ്ട് ബാത്റൂമിൽ വരുന്നു. അപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ടായ സ്വാമിയുടെ ഓർമ്മയാണ് അവൾക്ക് വരുന്നത്. അങ്ങനെ കാമുകൻ ചോദിച്ചതുപോലുള്ള ആ ഫോട്ടോ എടുത്ത് അവൾ അവന് അയച്ചു കൊടുക്കുന്നു. സ്വാമി ഇപ്പോൾ അത് അവന്റെ ഫോണിൽ കാണുകയാണ്. ഇവന് വെളുത്ത നിറമുള്ള പെൺകുട്ടികളെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള സ്കിൻ ടോണിൽ നമ്മുടെ നായിക ശ്വേതയെ കണ്ട് തന്റെ അടുത്ത ടാർഗറ്റായി ഈ ശ്വേതയെ തന്നെ തട്ടിക്കൊണ്ടുപോയി വിൽക്കണം എന്ന് സ്വാമി തീരുമാനിക്കുന്നു. ഇപ്പോൾ കഥ വീണ്ടും 15 വർഷം പുറകിലേക്ക് പോയി മുൻപ് കാണിച്ച അതേ സ്വാമിയുടെ ജീവിതം കാണിക്കുന്നു. ആ പയ്യൻ ചെറുപ്പത്തിൽ ഒരുപാട് പെൺകുട്ടികൾ കുളിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് വിൽക്കുന്നതായി കാണിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്താണ് ഇപ്പോൾ ഇവൻ വളർന്ന് വെളുത്ത നിറമുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ലെവലിലെത്തിയത്. മറുഭാഗത്ത് ഇപ്പോൾ പ്രസന്റിലുള്ള ആ വീട് കാണിക്കുന്നു. ആ വലിയ വീട്ടിലുള്ള വലിയ ആളുടെ ഭാര്യ ആ വേലക്കാരിയുടെ അടുത്ത് വന്നിട്ട്, എത്ര സമയമായി ഇനിയും സ്വാമിക്ക് പൂജ ചെയ്യാതെ നിൽക്കുകയാണോ, വേഗം പോയി പൂജ തുടങ്ങ് എന്ന് പറയുന്നു. എന്നാൽ പതിവിന് വിപരീതമായി പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിനുള്ളിലെ കറണ്ട് ഇടയ്ക്കിടെ പോയി വരുന്നതായി അവിടെ കാണിക്കുന്നു. പൂജ നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് താഴെ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നതായി ആ വീട്ടിലെ ജ്യേഷ്ഠന്റെ ഭാര്യ അറിയുന്നു. അവർക്കാണെങ്കിൽ ശരിക്കും നടക്കാനും കഴിയില്ലല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ കാല് വലിച്ചു വെച്ച് താഴെ വന്ന് എന്താണെന്ന് നോക്കുമ്പോൾ അവരുടെ മകൾ ഒരു റൂമിൽ നിന്ന് എന്തോ സൂക്ഷിച്ചു നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഇവളെന്താ ഇവിടെ നിന്ന് കരയുന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് കരുതി അവർ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവളൊരു പ്രേതത്തെ പോലെ കാണപ്പെടുന്നു. ഇത് കണ്ട് അവരും വളരെ പേടിക്കുന്നു. ഉടനെ അവർ അവിടെ നിന്ന് വേഗത്തിൽ പടി കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും കാല് തന്നെ താഴെ വീഴുകയും വീണ്ടും കാലിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോഴാണ് തന്റെ ഭർത്താവിന്റെ അനിയനായ എളങ്കോയോട് അവർ പറയുന്നത്, നീ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു, നീയും നിന്റെ ഭാര്യയും കണ്ട അതേ പ്രേതത്തെ ഇപ്പോൾ ഞാനും ഈ വീട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ ആ പ്രേതം ഇപ്പോൾ നമ്മുടെ വീട് തേടി നമ്മളെ തേടി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ വൈകിപ്പിക്കേണ്ട, ഉടനെ തന്നെ ആ സന്യാസിയെ വീണ്ടും വീട്ടിലേക്ക് വിളിക്കും, അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ ഈ പ്രേതത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. ഉടനെ ആ സന്യാസിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ സത്യങ്ങളെല്ലാം പറയുന്നു. ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം എന്ന് കൈകൂപ്പി അപേക്ഷിക്കുന്നു. ഇപ്പോഴും ആ വീട്ടിലെ മുതിർന്ന ആളായ രാജ ഇതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും വീട്ടിലുള്ള 3 പേരും ഒരേ കാര്യം പറയുന്നത് കൊണ്ട് സന്യാസിയെ ആ വീട്ടിൽ തന്നെ നിർത്താൻ അദ്ദേഹം സമ്മതിക്കുന്നു. സന്യാസി ചോദിക്കുകയാണ്, ഈ 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ എന്തെങ്കിലും വിചിത്രമായ കാര്യങ്ങൾ നടന്നോ? ഉദാഹരണത്തിന് പുറത്തു നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നോ, എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നോ, ഒരു പഴയ സാധനമാണെങ്കിൽ പോലും അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പറയണം എന്നവർ പറയുന്നു. ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല, വേണമെങ്കിൽ പെൺകുട്ടികളോട് ചോദിക്കാം എന്ന് പറഞ്ഞ ആ 3 പെൺകുട്ടികളെയും അവിടേക്ക് വിളിപ്പിക്കുന്നു. അവരോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ആ 3 പെൺകുട്ടികളും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ രാത്രി എൻ്റെ അനിയത്തിക്ക് ഒരു ദുരൂഹമായ സംഭവം നടന്നെന്ന് പറഞ്ഞ് ഒരു കഥ അവിടെ പറയുന്നത്. അതായത് ആ 3 പെൺകുട്ടികളിൽ ഒരാൾ ബാത്റൂമിൽ പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പൈപ്പ് തനിയെ തുറന്നല്ലോ. അപ്പോൾ അവൾ കണ്ണാടി നോക്കുമ്പോൾ അവിടെ ഒരു രൂപം നിൽക്കുന്നതായി കണ്ടു. അത് കണ്ട് അവൾ വല്ലാതെ പേടിച്ച് പുറത്തു വന്ന് ചേച്ചിയോടും അനിയത്തിയോടും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ കാര്യം ഇപ്പോൾ ശ്വേത അവിടെ പറയുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ഇതുപോലൊരു പ്രേതത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് സന്യാസി അവിടെ പറയുന്നു. അതേസമയം ഇവിടെ രാത്രിയാവാണ്. ശ്വേത തന്റെ ബോയ്ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോയ്ഫ്രണ്ടായ സ്വാമിയോട് പറയുന്നുണ്ട്, ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, ഇവിടെ വലിയ അപകടമുണ്ട്, എനിക്ക് വളരെ പേടിയാവുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ നിന്റെ കൽക്കത്തയിലേക്ക് കൊണ്ടുപോകും, നിന്റെ കൂടെ ഒരു പുതിയ ജീവിതം എനിക്ക് തുടങ്ങണം. അപ്പോൾ ആ സ്വാമി, നീ ഒന്നും പേടിക്കണ്ട, നീ രാവിലെ തന്നെ തിരിച്ച് കൽക്കത്തയിലേക്ക് പോരെ എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു വശത്ത് നിന്ന് ഈ വീടിന്റെ കാവലായി നിൽക്കുന്ന സന്യാസി കേൾക്കുന്നു. ആരുടെ കൂടെയാണ് മോളെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ പ്രൈവസിയാണ്, നിങ്ങൾക്കെന്താ എന്ന് ശ്വേത വളരെ ധിക്കാരത്തോടെ മറുപടി പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീട് വിട്ട് പുറത്തു പോയാൽ നിങ്ങൾക്ക് വലിയ അപകടമാണ്, ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് സന്യാസി പറയുന്നു. അതൊക്കെ എനിക്കറിയാം, ആദ്യം എനിക്ക് ഈ പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ശ്വേത താഴേക്ക് പോകുന്നു. ശ്വേത താഴേക്ക് പോയതും ശ്വേത നിന്നിരുന്ന സ്ഥലത്തു നിന്നും കുറച്ച് മണ്ണ് ഈ സന്യാസി എടുക്കുന്നു. അന്ന് രാത്രി തന്നെ നമ്മുടെ ശ്വേത ആ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ച് തന്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ശ്വേതയുടെ അനിയത്തിമാർ കാണുന്നുണ്ട്. എന്താ ചേച്ചി ചെയ്യുന്നത്, എങ്ങോട്ടാ ചേച്ചി പോകുന്നേ എന്നവർ ചോദിക്കുന്നുണ്ട്. കുറച്ചു നേരം മിണ്ടാതിരിക്കുക, നിങ്ങൾക്കറിയാലോ ഞാൻ സ്വാമി എന്ന പേരിൽ ഒരു പയ്യനെ പ്രണയിക്കുന്നുണ്ടെന്ന്. ആ പയ്യൻ എന്നെ കൽക്കത്തയിലേക്ക് വിളിച്ചിരിക്കുകയാണ്,
ഇതിനുശേഷം ഈ വീട്ടിൽ ഈ പേടിയോടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ ഈ റൂമിൽ ഞങ്ങൾ മാത്രം എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക? ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോ ചേച്ചി. ചേട്ടൻ വളരെ നല്ലവനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കാം എന്ന് പറയുമ്പോൾ ശ്വേതയ്ക്കും എന്ത് തീരുമാനം എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ശരി, ഓക്കെ, എല്ലാവരും റെഡിയാവുക, കൽക്കത്തയിലേക്ക് തന്നെ പോവാം, നമ്മളെ സ്വാമി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർ 3 പേരും ആ വീട് വിട്ട് ഇറങ്ങുന്നതായി കാണിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഇവരുടെ അമ്മ റൂമിൽ വന്ന് നോക്കുമ്പോൾ 3 പെൺകുട്ടികളെയും കാണാനില്ല. പെൺകുട്ടികൾ എങ്ങോട്ടേക്ക് പോയെന്ന് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കാര്യം സന്യാസിയോട് പറയുന്നു. സന്യാസിയും എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് മുകളിലുള്ള പൂജാമുറിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആ കല്ലിരിക്കുന്നത് സന്യാസി കാണുന്നത്. ഈ കല്ല് ഇവിടെ വന്നതുകൊണ്ടാണ് ഇത്തരം അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നതെന്ന് സന്യാസിക്ക് മനസ്സിലാവുന്നു. നേരെ ആ കല്ലും എടുത്തു വന്ന് ഹാളിന്റെ നടുവിൽ വെക്കുന്നു. അവിടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടുമായി പറയുന്നുണ്ട്, നിങ്ങളുടെ പെൺകുട്ടികൾ വലിയ അപകടത്തിലാണ്. നിങ്ങൾ ആരോ ഈ കല്ല് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിനും ഇപ്പം നടക്കുന്ന സംഭവത്തിനും എന്തോ ഒരു ബന്ധമുണ്ട്. ഇതെല്ലാം ഒരു ശാപമാണ്. ഉടനെ തന്നെ നിങ്ങളുടെ 3 പെൺകുട്ടികൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടുപിടിച്ച് അവരെ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായിക ശ്വേതയും അവരുടെ 2 അനിയത്തിമാരും കൽക്കത്തയിൽ എത്തിച്ചേരാണ്. ആ സ്വാമിയാണെങ്കിൽ അവൻ തന്നെയാണ് ഈ 3 പേരെയും വന്ന് പിക്കപ്പ് ചെയ്യുന്നത്. നായികയോട് വളരെ സ്നേഹത്തോടെ ഇടപഴകുന്നതൊക്കെ കണ്ട് അനിയത്തിമാര് വളരെ സന്തോഷിക്കുന്നു. ഇവിടെ നമ്മുടെ നായിക ശ്വേതയുടെ ഡ്രസ്സ് വെച്ച് സന്യാസി ഒരു പൂജ ചെയ്യാണ്. അതിലൂടെ ശ്വേത കൽക്കത്തയിലാണുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതും വളരെ അപകടകരമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി ആ കാര്യം ആ കുടുംബത്തോട് പറഞ്ഞിട്ട് കുടുംബത്തിലെ ഇളങ്കോയെയും കൂട്ടി അദ്ദേഹം ഇപ്പോൾ കൽക്കത്തയിലേക്ക് തിരിക്കുന്നു. ഇവിടെ വില്ലനായ സ്വാമി ഉണ്ടല്ലോ, അവനും നമ്മുടെ നായികമാർക്കൊപ്പം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നായികയ്ക്കും അനിയത്തിമാർക്കും ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. അത് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് മയക്കം വരുന്ന പോലെ തോന്നുന്നു. എന്താണിത്, കഴിക്കുന്തോറും ഞങ്ങൾക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് 3 പേരും മയങ്ങി വീഴുന്നു. ഉടനെ സ്വാമി തന്റെ ആൾക്കാരെ വിളിച്ച് ഈ 3 പേരെയും അവരുടെ താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കൽക്കത്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്യാസിയും ഇളങ്കോയും വഴിയിൽ വെച്ച് പെട്ടെന്ന് ചില പ്രേതങ്ങളെ കാണുന്നു. നിർത്താതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ വേഗത്തിൽ ഓടിക്കാൻ സന്യാസി പറയുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇളങ്കോയ്ക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. അപ്പോഴാണ് അവിടെയുള്ള പ്രേതങ്ങളെല്ലാം ചീത്ത പ്രേതങ്ങളല്ല, തങ്ങളെ സഹായിക്കാൻ വന്ന പ്രേതങ്ങളാണെന്ന് സന്യാസിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നായികമാർ ഏത് സ്ഥലത്താണുള്ളതെന്ന് ഈ പ്രേതങ്ങൾ വഴി കാണിച്ചു കൊടുക്കുന്നു. ആ സ്ഥലം ലക്ഷ്യമാക്കി സന്യാസിയും ഇളങ്കോയും പുറപ്പെടുന്നു. മറുഭാഗത്ത് നമ്മുടെ നായികമാരെ കാണിക്കുകയാണ്. അവരിപ്പോൾ പൂട്ടിക്കിടക്കുന്ന ഒരു പഴയ മുറിയിലാണ്. മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വാമി സ്വാമി എങ്ങോട്ടേക്ക് പോയി എന്ന് വിളിച്ച് വാതിലിൽ മുട്ടുന്നു. അപ്പോഴാണ് വില്ലനായ സ്വാമി വന്ന് നിൽക്കുന്നത്. അവൻ വാതിൽ തുറക്കുന്നു. എടാ, നീ ഞങ്ങളെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് വളരെ പേടിയാവുന്നുണ്ട്, വാ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാം എന്ന് നായിക ശ്വേത അവനോട് പറയുന്നു. ഇത് കേട്ട് സ്വാമി ദേഷ്യപ്പെട്ട് ശ്വേതയെ അവിടെ വെച്ച് അടിക്കുന്നു. എന്തിന് പോകാനോ? നിന്നെ ഇവിടെ നിർത്തി നിങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവുമെന്നോ? ഞാൻ ഒരുത്തിയെ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, എന്നാൽ 3 പേരാണ് വന്ന് പെട്ടിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമായി എന്നാ വില്ലൻ പറയുന്നു. അവൻ അങ്ങനെ പറയുമ്പോഴാണ് ഈ വില്ലന്റെ തനി നിറം നമ്മുടെ നായികയ്ക്കും മനസ്സിലാവുന്നത്. ഇവനെയാണല്ലോ നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ചത്, നമ്മൾ നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് കരുതി അവൾ സങ്കടപ്പെടുന്നു. ഇപ്പോൾ ആ പ്രേതങ്ങൾ വഴി കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് സന്യാസിയും ഇളങ്കോയും വരികയാണ്. അവിടെ ഒരു ബുദ്ധ പ്രതിമ ഇരിക്കുന്നത് കാണുന്നു. ഈ ബുദ്ധ പ്രതിമയിലായിരുന്നു 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ രാക്ഷസൻ പൂജ ചെയ്തിരുന്നത്. ഇപ്പോൾ ആ സ്ഥലം കാണുമ്പോൾ സന്യാസിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നു. ആ രാക്ഷസനാണ് ഇപ്പോൾ അവതാരമെടുത്ത് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഒരു കല്ല് കൊണ്ടുവന്നിരുന്നില്ലേ, ആ കല്ല് അതേ സ്ഥലത്ത് വെച്ച് അദ്ദേഹം പൂജ ചെയ്യാൻ ആരംഭിക്കുന്നു. മറുഭാഗത്ത് പ്രസന്റിൽ ഈ 3 ചേച്ചി അനിയത്തിമാരെയും തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വില്ലനും അവിടെ ഒരു പൂജ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവനും സ്വന്തം മുൻജന്മം ഓർമ്മ വരുന്നത്. അപ്പോഴാണ് മുൻജന്മത്തിൽ നമ്മളൊരു രാക്ഷസനായിരുന്നുവെന്നും ഗ്രാമങ്ങളിൽ നിന്നും കാളിക്ക് ബലി കൊടുക്കാനായി ഒരുപാട് ചേച്ചിയനിയത്തിമാരെ കൊണ്ടുവന്ന് നമ്മൾ ശക്തി നേടാൻ പല കാര്യങ്ങളും ചെയ്തിരുന്നുവെന്നും അവന് മനസ്സിലാവുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ അത് ചെയ്യാതെ ഈ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുക മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവൻ തന്റെ കയ്യിലുള്ള ഒരു ചിഹ്നം നോക്കുന്നു. ഇതും മുൻ ജന്മത്തിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചിഹ്നം തന്നെയാണ്. ഇതെല്ലാം വെച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കടത്ത് ബിസിനസ് ഉടനെ തന്നെ നിർത്തണം. ഇപ്പോൾ 3 ചേച്ചിയനിയത്തിമാരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മുൻ ജന്മത്തിൽ എങ്ങനെയാണോ ഈ ചേച്ചിയനിയത്തിമാരെ നമ്മൾ ബലി കൊടുത്തത്, അതുപോലെ ഇവരെയും ബലി കൊടുത്ത് ഈ ജന്മത്തിലെങ്കിലും ആ പരമമായ ശക്തി നമ്മൾ നേടിയെടുക്കണം എന്നവൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് മുൻ ജന്മത്തിൽ ഈ വില്ലൻ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നത്. ഈ വില്ലൻ ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പണിംഗ് സീനിൽ ഒരു സന്യാസി ആ സ്ഥലത്തേക്ക് വന്നിരുന്നില്ലേ, ആ സന്യാസി വില്ലന്റെ പൂജ തടുത്തു നിർത്തി. അവിടെയുള്ള വില്ലനെയും അദ്ദേഹം തന്നെയാണ് ഇല്ലാതാക്കിയത്. അതിനുശേഷം ആ കല്ലും ആ സ്ഥലത്ത് നിന്ന് എടുത്തെറിഞ്ഞിരുന്നു. എപ്പോഴാണോ ആ കല്ല് പ്രസന്റിൽ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതിനുശേഷമാണ് ഇതെല്ലാം മാറിയത്. ഇവിടെ ഇളങ്കോ ഉണ്ടല്ലോ, അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വരുന്നു. ജ്യേഷ്ഠനെയും കാണുന്നുണ്ട്. പോലീസുകാരൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് CCTV ക്യാമറയൊക്കെ വെച്ച് കൽക്കത്തയിൽ ഇപ്പോൾ പെൺകുട്ടികൾ ഏത് ദിശയിലാണെന്ന് ഒരുവിധം മനസ്സിലാവുന്നു. ഇവിടെ വില്ലനായ സ്വാമിയാണെങ്കിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു.
ഇന്ന് വൈകുന്നേരം ട്രക്ക് വരും. എപ്പോഴത്തെയും പോലെ തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ, വെളുത്ത നിറമുള്ള പെൺകുട്ടികളെ എല്ലാം ആ ട്രക്കിൽ കയറ്റി വിടണം എന്ന് പറയുന്നു. ഇവന്റെ മനസ്സിൽ ആ ട്രക്കിൽ ഈ പെൺകുട്ടികളെ കയറ്റണോ അതോ നമ്മുടെ കാളിക്ക് ആ പെൺകുട്ടികളെ ബലി കൊടുക്കണോ എന്നാലോചിച്ച് അവൻ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ നായികമാർ 3 പേരെയും കാണിക്കുന്നു. ആ നായികമാർ വിശപ്പുകൊണ്ട് ആ ഇരുട്ടുമുറിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സ്വാമിയുടെ ആളുകൾ 2 പേര് വരുന്നു. അവർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് നായികമാരുടെ അടുത്തേക്ക് വരുന്നു. അടുത്തേക്ക് വന്നത് നമ്മുടെ ശ്വേത ഭയങ്കരമായി ഒച്ചയെടുക്കുന്നു. അയ്യോ, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല, വൈകുന്നേരം നിങ്ങളെ കണ്ടെയ്നറിൽ കയറ്റേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഫ്രഷായി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ 2 പേരും അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യം കേട്ട് ഇപ്പോൾ ഈ 3 പെൺകുട്ടികളും പൊട്ടിക്കരയാണ്. ആ 2 അനിയത്തിമാർ, ശ്വേത ചേച്ചി നിന്നെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ വന്നത്, ഇങ്ങനെ വന്ന് ഞങ്ങളെയും കുടിക്കുകയല്ലോ എന്ന് പറഞ്ഞ് അവർ പേടിക്കുന്നു. എങ്ങനെയെങ്കിലും രക്ഷിക്ക് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ശ്വേതയ്ക്കും അവിടെ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ സന്യാസി ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ പ്രതിമയെടുത്ത് ഒറ്റയ്ക്ക് തന്നെ കൽക്കത്തയിലേക്ക് വരുന്നു. കൽക്കത്തയിലുടനീളം ആ 3 പെൺകുട്ടികൾ എവിടെയുണ്ടെന്ന് ആ പ്രതിമ വെച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് അടുത്ത ദിവസം രാത്രി നമ്മുടെ വില്ലൻ ഒരു പബ്ബിൽ വന്നിരിക്കുകയാണ്. അവിടെ വെളുത്ത നിറമുള്ള മറ്റൊരു പെൺകുട്ടിയെ അവൻ മീറ്റ് ചെയ്യുന്നു. അവളോടും പ്രണയിക്കുന്ന പോലെ പതുങ്ങി പതുങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടി ഇവന്റെ കണ്ണിൽ പ്രേതത്തെ പോലെ കാണപ്പെടുന്നു. ഇനിയും എത്ര പേരെയാടാ നീ പറ്റിക്കാൻ പോകുന്നത്? ഇവിടെ നിന്ന് പോ, നീ ആരാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ നിന്റെ കൺട്രോളിലുള്ള ആ 3 പെൺകുട്ടികളുടെ കൈകൊണ്ടാണ് നിന്റെ മരണം എന്നവർ പറയുന്നു. ഇത് കേട്ട് വില്ലനും പേടിച്ചു പോവാണ്. എന്റെ കണ്ണിൽ പെട്ടെന്നൊരു പ്രേതം എങ്ങനെ വന്നു എന്ന് കരുതി ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ നമ്മുടെ നായികമാർ 3 പേരും രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അത് വില്ലന്റെ ആളുകൾ കണ്ടിട്ട് ഇനിയും നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ച് ഇവർ 3 പേരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ശ്വേത ആ 2 പേരെയും തള്ളി താഴെ ഇട്ടിട്ട് തൻ്റെ അനിയത്തിമാർ 2 പേരെയും രക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരം അവർ ഓടുകയാണ്. ഓടിപ്പോകുമ്പോൾ അവിടെ ഒരു വണ്ടി വരുന്നതായി കാണുന്നു. അതൊരു പോലീസ് വാനാണ്. നമ്മൾ രക്ഷപ്പെടാൻ പോവാണ്, പോലീസ് വാൻ വന്നു, വാ മക്കളെ എന്ന് പറഞ്ഞ എല്ലാവരും ആ പോലീസ് വാൻ തടുത്തു നിർത്തുന്നു. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ വരുന്നു. ഞങ്ങളെ ഇവിടെ ഒരാൾ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു, ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കുക എന്ന് കേഴുമ്പോൾ പോലീസ് ആ 3 പെൺകുട്ടികളോടും ആ വാനിൽ കയറാൻ പറയുന്നു. അപ്പോൾ ആ വാനിനെ മറികടന്ന് നമ്മുടെ സന്യാസി പോകുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കല്ലിൽ പെട്ടെന്നൊരു തിളക്കം കാണുന്നു. അത് വെച്ച് ഈ 3 പെൺകുട്ടികളും ഈ ചുറ്റുപാടിൽ എവിടെയുണ്ടെന്ന് അദ്ദേഹം ഏകദേശം ഊഹിക്കുന്നു. മറുഭാഗത്ത് ഈ പോലീസ് വാൻ നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു നോക്കുമ്പോൾ ഒരു ഗോഡൌണിലേക്കാണ് വരുന്നത്. ആ ഗോഡൌണിൽ ഈ നായികമാർ 3 പേരെയും താഴെ ഇറക്കി നേരെ നോക്കുമ്പോൾ അവിടെ വില്ലൻ സ്വാമി വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഈ വില്ലൻ സ്വാമിയുടെ ഒരാൾ തന്നെയാണ് ആ പോലീസുകാരനെന്ന്. നിനക്ക് അത്ര ധൈര്യമുണ്ടോ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്ലൻ ഭയങ്കരമായി ദേഷ്യപ്പെട്ട് നായിക എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി അവരെ ഉപദ്രവിക്കാനായി വരുന്നു. അപ്പോഴാണ് അവന് പെട്ടെന്ന് മുൻജന്മം ഓർമ്മ വരുന്നത്. ആ മുൻജന്മത്തിൽ അവനൊരു 3 ചേച്ചി അനിയത്തിമാരെ ഇല്ലാതാക്കിയിരുന്നില്ലേ? അതിപ്പോൾ ഓർത്തു നോക്കുമ്പോൾ നായികയുടെ അടുത്തേക്ക് പോലും പോകാൻ കഴിയാതെ അവനൊരു കുഴപ്പത്തിലാവുന്നു. അപ്പോഴാണ് ഈ വില്ലൻ താൻ ആരാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. മുൻ ജന്മത്തിൽ നമ്മളൊരു പരമമായ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു, അത് അന്ന് നമുക്ക് കിട്ടിയില്ല. കുറഞ്ഞ പക്ഷം ഇപ്പോൾ ഈ 3 ചേച്ചി അനിയത്തിമാരെങ്കിലും ബലി കൊടുത്ത് ആ ശക്തി നേടിയെടുത്തേ തീരൂ എന്ന് തീരുമാനിച്ച് അവരെ വിദേശത്തേക്ക് കടത്തുന്നതിനുള്ള പ്ലാൻ അവൻ മാറ്റിവെക്കുന്നു. അതെല്ലാം പൂർണ്ണമായും ക്യാൻസൽ ചെയ്തിട്ട് അവർ 3 പേരെയും കൊന്നുകളയാം എന്നവൻ പ്ലാൻ ചെയ്യുന്നു. അതിനായി അവൻ വളരെ വലിയൊരു വാളും കൊണ്ടുവരുന്നു. മുൻ ജന്മത്തിൽ ഒരു കറുത്ത കളർ കോസ്റ്റ്യൂം ഇട്ടിരുന്നില്ലേ, അതുപോലൊരു കോസ്റ്റ്യൂം തന്നെയാണ് ഇപ്പോഴും അവൻ ഇട്ടിരിക്കുന്നത്. തന്റെ ഗുണ്ടകളോട് ആ 3 പെൺകുട്ടികളെയും ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അവൻ പറയുന്നു. അപ്പോൾ അവരെല്ലാവരും കണ്ടെയ്നറിൽ കയറ്റണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതിയടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ തന്നെ നെറ്റിയിൽ ഒരു കുങ്കുമം തൊടുകയും ആ വലിയ ആയുധം എടുക്കുകയും ചെയ്യുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവിടെ കാളിയുടെ ഒരു ചിത്രം വരച്ചു വെക്കുന്നു. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ആ 3 പെൺകുട്ടികളെയും വിളിക്കുന്നു. ഇത് കാണുന്ന നായികമാർ 3 പേരും വളരെ ഭയപ്പെടുകയാണ്. എന്താ ഇത് ആരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അയ്യോ, ഞങ്ങൾക്ക് വളരെ പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുന്നു. ഇപ്പോൾ അവൻ നമ്മുടെ നായികയുടെ അടുത്തേക്ക് വരികയാണ്. ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നമ്മുടെ നായികയെ ഇരുത്തിയിട്ട് നിന്നിപ്പോൾ ഞാൻ കാളിക്ക് ബലി കൊടുത്തിട്ടാണ് എൻ്റെ സുപ്രീം പവർ നേടിയെടുക്കാൻ പോകുന്നത് എന്നവിടെ പറയുന്നു. നായികയ്ക്കും അവിടെ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നായികയുടെ അടുത്തേക്ക് വില്ലൻ അടുക്കുമ്പോൾ അവിടേക്ക് ഈ സന്യാസി വരുന്നു. അദ്ദേഹം ഒരു പവർ ഉപയോഗിച്ച് ആ വാൾ അങ്ങനെ തടഞ്ഞു നിർത്തുന്നു. കുറച്ചു നേരം വില്ലനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇപ്പോൾ സന്യാസിക്കും അവനും ഇടയിൽ ഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു. അതിൽ ആ സന്യാസി വില്ലൻ അവൻ വരച്ചു വെച്ച ആ പൂജാ കളത്തിനുള്ളിൽ ഏത് കളത്തിലാണോ അവൻ പെൺകുട്ടികളെ ഇരുത്താൻ നോക്കിയത് അതേ കളത്തിൽ അവനെ തന്നെ പിടിച്ചിരുത്തുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ വില്ലന്റെ ഗുണ്ടയായ ആ പോലീസുകാരനുണ്ടല്ലോ, അവൻ ഈ സന്യാസിയെ പുറകിൽ നിന്നും വെടിവെക്കുന്നു. ഇത് കാണുന്ന നായികമാർക്കും അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് സന്യാസി പറയുന്നത്, എന്നെ കൊണ്ട് കഴിയുന്നത് വരെ ഞാൻ ചെയ്തു, നിങ്ങളെ രക്ഷിക്കാനും ഞാൻ വന്നു. എന്നാൽ നിങ്ങളോട് ഞാനൊരു ട്വിസ്റ്റ് പറയാം. നിങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ട്. ആ പ്രേതങ്ങളെയൊക്കെ കണ്ട് പേടിച്ചാണ് നിങ്ങൾ വന്നത്. എന്നാൽ അവയൊന്നും സത്യത്തിൽ നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്ന പ്രേതങ്ങളല്ല. നിങ്ങൾ കണ്ട ആ 3 പ്രേതങ്ങളും നിങ്ങൾ തന്നെയാണ്. അതായത് മുൻ ജന്മത്തിൽ
1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വില്ലൻ ഒരു രാക്ഷസനായിരുന്നപ്പോൾ 3 ചേച്ചിയനിയത്തിമാരെ ബലി കൊടുത്തു. അവരുടെ 3 പേരുടെയും ആത്മാവാണ് ഇപ്പോൾ പ്രസന്റിൽ അവരുടെ പുനർജന്മമായി നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളെ വന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഭയപ്പെടുത്തി ആ വീട്ടിൽ തന്നെ ഇരുത്താൻ അവർ ശ്രമിച്ചത്. എന്നാൽ അതെല്ലാം നമ്മൾ തെറ്റിദ്ധരിച്ച് ഇത്രയും ദൂരം വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഒന്നും നശിച്ചു പോയിട്ടില്ല. അതേ കാളിയെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ രാക്ഷസനെതിരെ നിങ്ങൾ തന്നെ പോരാടണം. തീർച്ചയായിട്ടും കാളി വന്ന് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സന്യാസി കണ്ണടയ്ക്കുന്നു. ഇവിടെ രാക്ഷസനായ വില്ലൻ ഭയങ്കരമായി ചിരിക്കുകയാണ്. മുൻജന്മത്തിൽ എൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല, ഇപ്പോഴെങ്കിലും ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞ് വീണ്ടും നായികയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ നായികയുടെ ദേഹത്ത് ഇപ്പോൾ കാളി ആവാഹിക്കപ്പെടുന്നു. സന്യാസി പറഞ്ഞത് കേട്ട് നായിക അവിടെ കാളിയെ പ്രാർത്ഥിച്ചു വരുത്തി ഇപ്പോൾ വില്ലന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. വില്ലനാണെങ്കിൽ ആ സുപ്രീം പവർ കാളിയിൽ നിന്ന് നേടിയെടുക്കാനാണല്ലോ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാളി തന്നെ നേരിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് വില്ലനും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ മുട്ടുകുത്തിയിരുന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആ കാളി നീ ചെയ്ത ക്രൂരതയ്ക്കും നീ ചെയ്ത തെറ്റിനും ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് ഏത് വാളാണോ വില്ലൻ വെച്ചിരിക്കുന്നത് ആ വാൾ കൊണ്ട് തന്നെ വില്ലന്റെ കഥ കഴിക്കുന്നതായി അവിടെ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നായികമാർ 3 പേരും അവിടെ സേഫ് ആവുന്നു. കുറച്ചു നേരത്തുള്ളിൽ നമ്മുടെ നായിക ശ്വേത അവിടെ വെടിയേറ്റ് കിടക്കുന്ന സന്യാസിയെയും രക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വെടിയേറ്റ മുറിവുകളും ഭേദമാക്കുന്നു. ഇപ്പോൾ സന്യാസി എഴുന്നേറ്റ് നമ്മുടെ നായികയെ നോക്കി തൊഴുത് നമസ്കരിച്ചിട്ട് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ തീർന്നു, നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് പോവാം, ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും യാത്ര പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ പോലീസുകാരൊക്കെ വരുന്നു. ഇവിടെ വില്ലന്റെ ഗുണ്ടകളെല്ലാം അറസ്റ്റ് ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരനെയും അറസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നായികമാരും വളരെ സുരക്ഷിതമായി അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതായും അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സന്യാസി ഉണ്ടല്ലോ, അദ്ദേഹം ആ വീടിനുള്ളിലുണ്ടായിരുന്ന ആ കല്ല് കൊണ്ടുവന്ന് ഒരു നദിയുടെ തീരത്തായി കുഴിച്ചിടുന്നു. ഇപ്പോൾ ആ സന്യാസിയുടെ മുന്നിൽ ആ ബുദ്ധ സന്യാസി പ്രത്യക്ഷപ്പെടുകയും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ 3 പെൺകുട്ടികളെയും രക്ഷിച്ചു എന്ന് സന്യാസി പറയുകയും അപ്പോൾ മറ്റേ സന്യാസി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതോടെ സിനിമയുടെ കഥയും അവസാനിക്കുകയാണ്. സോ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.